ഇപ്പം മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ ഇറങ്ങിയതിനു ശേഷം അതിന്റെ പ്രൊഡ്യൂസർ പറയുണ്ടായി എന്താണ്, മമ്മൂക്കയുടെ ചിത്രങ്ങള് പ്രേക്ഷകര് ഇരു കൈ നീട്ടി മമ്മൂക്കയുടെ പരീക്ഷണ ചിത്രങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം പക്ഷെ പ്രേക്ഷകർക്ക് അറിയാം, ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അറിയാം എന്താണ്, ഞങ്ങൾ കണ്ട കാലം മുതലേ യഥാർത്ഥത്തിൽ ഈ ആക്ടർ അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന അർത്ഥത്തിൽ നമുക്കറിയാം, എന്തും ചെയ്യും എന്ന അർത്ഥത്തിലും നമുക്കറിയാം. അപ്പൊ മമ്മൂക്ക എങ്ങനെയായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് കണ്ടത്? നിങ്ങളെപ്പോലെ തന്നെ പറഞ്ഞതേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും പറയാനില്ല. നിങ്ങൾ എന്തും ചെയ്യും എന്നുള്ള തീരുമാനം എനിക്ക് ശ്രമിച്ചു. അല്ലെ, എന്നെ സംബന്ധിച്ചിടത്തോളം എന്തും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ തന്നെയാണ്. അതിന് എന്ത് സിനിമയിൽ ഇത് നമ്മൾ വന്നപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല സിനിമയിൽ വന്നത്. സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ച സിനിമ മാത്രമാണ്. എനിക്ക് സിനിമ മാത്രമേ ഇഷ്ടമുള്ളൂ, ബാക്കി കിട്ടുന്നതൊക്കെ ബോണസാണ്. അപ്പോൾ ബോണസിനെ കുറിച്ച് ആലോചിക്കാതെ തന്നെയാണ് സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നത്. ഇനി അങ്ങോട്ടും അങ്ങനെ ആവാനാണ് എൻ്റെ ശ്രമം. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കൂടെ ഉണ്ടാവും, വഴിയിൽ കിട്ടുപോയി കളയും. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ അറിയില്ല. ഇതിൻ്റെ ഒരു ഭാഗമായി ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം. പിന്നെ 15-ാം തീയതി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ പറയാൻ പറ്റും. നമസ്കാരം. ഈ സിനിമയിൽ ആ ചോദ്യത്തിന് വേണമെങ്കിൽ ഞാൻ ചെറിയൊരു മറുപടി പറയും. സിനിമ എടുക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിലോ കളറിലോ ഒന്നും നമുക്ക് തോന്നില്ല. സിനിമ സിനിമയാണ്. സിനിമ കണ്ടതിന് ശേഷമല്ലേ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പോൾ കുറച്ച് സീനുകൾ നമുക്ക് അഭിനയിക്കാന്നല്ലാതെ ഇത് എങ്ങനെ എടുക്കുന്നു എങ്ങനെ വരുന്നു നമുക്ക് അഭിനയിക്കുമ്പോൾ അറിയില്ല. അതാണ് പുള്ളി തപ്പിയത്. കറക്റ്റല്ലേ? അപ്പോൾ ഏകദേശം തീരാറായി കാര്യങ്ങൾ. അല്ല, ഈ പ്രസ് മീറ്റിന്റെ പ്രത്യേകതയാണ്, നമുക്കൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല, അവിടെ നിന്നും പറയാനും പറ്റുന്നില്ല. നിങ്ങൾ ഈ കണ്ട ചോദ്യമൊക്കെ ചോദിച്ചിട്ടാണ് അല്ല, അങ്ങനെയാണ്. ഏകദേശം 30 മിനിറ്റായി ചോദിക്കുന്നു. അതൊന്നും ചോദിക്കില്ലെന്ന് പറയില്ല. സിനിമയെ കുറിച്ച് കൂടുതലും ചോദിച്ചത് നിങ്ങളല്ലേ? അല്ല, എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഒരു പ്രസ് മീറ്റ് വേണം കേട്ടോ നമുക്ക്. എന്നാലും എനിക്ക് കുറച്ച് ചോദിക്കാം. കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ വേണം. ഇന്നല്ല, ഈ റിലീസ് കഴിഞ്ഞിട്ട്. റിലീസ് കഴിഞ്ഞിട്ട് അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് സിനിമ കണ്ടതിന് ശേഷം ചോദിക്കാനും പറ്റും. സിനിമ കണ്ടതിന് ശേഷമല്ലേ? കണ്ടു കാണും, എന്നിട്ട് നോക്കാലും. അപ്പൊ അങ്ങനെ അങ്ങനെ ഉണ്ടാവും. ശരി, ഒറ്റ ക്വസ്റ്റ്യൻ എല്ലാവരും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് തീരും? ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പം മുമ്പ് പറഞ്ഞ മാതിരി ഒന്ന് കണ്ടു നോക്ക്, ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്ക് എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് എല്ലാവരും കൂടെ ഓഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് ജസ്റ്റ് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കണ്ടാൽ അറിയാം.